ഹായ് ഹലോ എവരി വൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എറിക് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് ഹേമന്താണ്. വെൽക്കം. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ പുതിയൊരു വിശേഷം വരാൻ പോകുന്നു. നമ്മുടെ ഒരു സിനിമ സെറ്റ് ആയിരിക്കുന്നു. അപ്പോൾ എറിക് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെയോ എന്താ പറയാ, കുറെ ക്യൂരിയസ് ആവുന്നുണ്ട്, കുറച്ച് മിസ്റ്ററി ഉണ്ട്. അപ്പൊ ആ മൂവിയിലെ എന്തൊരു ക്യാരക്ടറിലാണ് ഹേമന്ത് എത്തുന്നത്? എറിക് ബേസിക്കലി ഒരു ക്യാരക്ടറിന്റെ പേരാണ് എറിക് എന്നുള്ളത്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് പ്രേം എന്നാണ്. അത് കുറച്ച് നെഗറ്റീവ് ക്യാരക്ടർ ഷെയ്ഡ്സ് പോകുന്ന, എന്നാൽ എല്ലാ രണ്ട് ഇമോഷനും ക്യാരി ചെയ്ത് പോകുന്ന ക്യാരക്ടറാണ്. കുറച്ച് സമയത്ത് പോസിറ്റീവ് ആണ്, കുറച്ച് നെഗറ്റീവ് ഗ്രേ ഉണ്ട്, കുറച്ച് ഗ്രേ ഏരിയ ഉണ്ട്, വീണ്ടും പോസിറ്റീവ് ആണ്, മാറി മാറി പോകുന്ന ക്യാരക്ടറാണ്. ഒരു മെയിൻ ക്യാരക്ടറാണ്, മെയിൽ ക്യാരക്ടറാണ്. അപ്പോൾ ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഹേമന്തിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഹീറോ അങ്ങനെ രീതിയിൽ വരാം. ഇപ്പം ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു ഷെയ്ഡിലാണ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡിലോട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീല്? നല്ലായിരുന്നു. നമുക്ക് ചാലഞ്ചിങ് അല്ലേ, ആൾക്കാർ കാണുമ്പോൾ തോന്നാത്ത ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒന്നും ചാലഞ്ചിങ് അല്ലേ. അപ്പോൾ അത് കൺവിൻസിംഗ് ആയി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം ഈ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് പോസിറ്റീവ് ആയി പോയിട്ട് പിന്നെ ഈ ക്യാരക്ടർ ചെറിയ ഷിഫ്റ്റാണ്. അപ്പോൾ അത് നന്നായി ചെയ്യുന്നതിൻ്റെ അഭിപ്രായം പറയുന്നത്. ഹോപ്പ്ഫുള്ളി നോക്കാം. ഇപ്പോൾ ഇതുവരെ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിന് ഒരു ചെറിയ മാറ്റമാണ്, ഒരു ടൈപ്പും ഉണ്ട്. അതിൽ നിന്ന് മാറിയപ്പോൾ എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻ ആണ് എടുത്തത്? ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ തമിഴ് വേറെ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൻറ്റി ഹീറോ ക്യാരക്ടർ ചെയ്തിരുന്നു. അത് ഇതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ട് പിന്നെ നെഗറ്റീവ് മാറുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് പ്രിപ്പറേഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ക്യാരക്ടറെ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബേസിക്കലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വന്നോളൂ. അപ്പോൾ ഇതിൽ കൂടുതലും മൂവി ലണ്ടനിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം മലയാളം മൂവി ആണെങ്കിലും ലണ്ടനിലാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. ഞാൻ ലണ്ടനിൽ പോകുന്ന ആളാണ്, എനിക്ക് അവിടെ ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി സമയം നവംബറിലാണ് പോയത്. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പായിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം തണുപ്പത്ത് ഓൾമോസ്റ്റ് ഒരു 3-4 ഒക്കെ ആകുമ്പോഴേക്കും ഇരുട്ടാവും. നമുക്ക് വളരെ ഷോർട്ട് ടൈം അത് ഷൂട്ട് ചെയ്യാനുള്ളൂ, 9 to 4 ഷൂട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷേ സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ ഇതിൽ ഹീറോയിൻ വരുന്നത് ഗീതിക, സോറി മലയാളി അല്ല. സോ ആളുടെ ഒപ്പം കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? ഒരുപാട് കോമ്പിനേഷൻ. എൻ്റെ പേരെ അഭിനയിച്ച കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയിൽ ഭാഷ അറിയില്ല, പിന്നെ ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് ഉണ്ട്. കാരണം ഒരു ഹൊറർ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വീഴ്ചയും ചാട്ടവും മറയിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ആൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. ഹോപ്പ്ഫുള്ളി റിസൾട്ട് ഉള്ളിൽ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ ശങ്കർ സാറാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും വരുന്നത് ഫാസിൽ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശങ്കർ സാറിന്റെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ്? സാർ ഭയങ്കര കൂളാണ്. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറക്ടറാണ്. നമുക്ക് മുമ്പ് പരിചയമുണ്ട്. അദ്ദേഹം എല്ലാം വേണ്ടത് കൃത്യം നമുക്ക് പറഞ്ഞു തന്ന് ഭയങ്കര റിലാക്സ്ഡ് വെക്കുന്നില്ല. അങ്ങനെ ഒരു സ്ട്രെസ്സോ പ്രഷറോ ഒന്നും ആളല്ല. കറക്റ്റ് എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ പുള്ളിക്ക് എന്നോടൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾക്ക് സജഷൻസ് പറയുമ്പോൾ പുള്ളി എടുക്കാറുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വളരെ കൂളായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സാർ. ആളും ആളുടെ ഒരു പ്രൈം ടൈമിലൊരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നല്ലോ. അപ്പോൾ ആളുടെ മൂവീസിൽ ലൈക്ക് ഒരു എന്താ പറയുക, ആള് മൂവീസ് ഒക്കെ കാണാറുണ്ടോ? പണ്ട് കണ്ടിട്ടുണ്ട്. അതിന് വേറെ ഒരു കാലഘട്ടമല്ലേ, നമുക്ക് ആ മൂവീസ് ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് അന്ന് കുറച്ചുകൂടെ ഒരു ആക്ടിങ് ബേസ്ഡിൽ പോകുന്ന സംഭവം. ഇപ്പോൾ നമ്മൾ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ജീവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്ന ഇമോഷൻസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിങ് കണ്ട് നോക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളി വേറെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ആക്ടറാണ്. പക്ഷേ ഞാൻ സിനിമ എല്ലാം കണ്ടിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് ആ സമയത്ത് ഒരുപാട് മൂവീസ് ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് മൂവി തന്നെ ഭയങ്കര ഹിറ്റായ സിനിമയാണ്, എല്ലാം കാണാറുണ്ട്. ഇപ്പോൾ മിക്ക ഹീറോസും അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവരും തന്നെ ഒരു കമ്പാക്ട് അല്ലെങ്കിൽ ഒരു റീലോഡിങ് അവർ നടത്താറുണ്ട്. കുറേ ഗ്രൂമിങ് ചെയ്തിട്ടും ലൈക്ക് ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് ആവപ്പെടുന്ന ക്യാരക്ടർ ബ്രേക്ക് ചെയ്യണമെന്നാണ്. അങ്ങനെ ഇനി ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു എന്തിന്? അല്ല, എൻ്റെ ഒരു വലിയ ആഗ്രഹം ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ എന്നെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഇമേജാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ അത് ഈ ക്യാരക്ടറിൽ ഈ പടത്തിൽ അത് ബ്രേക്ക് ചെയ്യേണ്ടതാണ്. അതെ, തീരുന്നതാണ്. കാരണം വളരെ കുറച്ച് ദുഷ്ടനായിട്ടുള്ള ക്യാരക്ടറാണ് ഈ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ തമിഴ് വരാൻ പോകുന്ന മൂവീസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. കാരണം സ്റ്റീരിയോടിപ്പിക്കലായിട്ട് നമ്മൾ വളരെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് മാറ്റി ചെയ്ത ഒരു ആക്ടറിൽ നമുക്ക് ഒരു ഗ്രോത്ത് ഇല്ല. അതെ, അത് ഗ്രോത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാരക്ടർ ഹോപ്പ്ഫുള്ളി അവരെ കൂടുതൽ കാണുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവേണ്ടതാണ്. ലൈക്ക് ആരെങ്കിലും ഡ്രീം ക്യാരക്ടർ അല്ലെങ്കിൽ ഡ്രീം ആയിട്ട് ഇന്ന ആളുടെ ഒപ്പം അഭിനയിക്കണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് മമ്മൂക്കോട് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരുപാട് എനിക്കൊരു ചാൻസ് വന്നതാണ്, പക്ഷെ അത് ആക്സിഡന്റലി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഡ്രീം. കാരണം പുള്ളി ഒരുപാട് യങ്സ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കോട് അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്.
അപ്പോൾ ലൈക്ക് അപ്കമിങ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? എനിക്കിപ്പോൾ 2 തമിഴ് മൂവീസ് റിലീസ് ആവാനുണ്ട്, 2 തെലുങ്ക് മൂവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മലയാളത്തിൽ വേറെ 2 മൂവീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു മലയാളം ഒരു വെബ് സീരീസ്, ഒരു പോലീസ് വെബ് സീരീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തുടങ്ങാനുണ്ട് മലയാളത്തിൽ. ഈ ഇപ്പോൾ തെലുങ്ക് മൂവി, തമിഴ് മൂവി, മലയാളം, ഇപ്പോൾ ഇത് മൂന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ലാംഗ്വേജും അതേപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇല്ല, തമിഴ് ഭാഷ എനിക്ക് അറിയുന്ന ആളാണ്. എനിക്ക് തമിഴ് നന്നായി സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് തമിഴ് എനിക്ക് പ്രശ്നമില്ല. ഓൾമോസ്റ്റ് മലയാളത്തിൻ്റെ തന്നെ വേറെ വേർഷൻ തമിഴ് എന്ന് പറയുന്നത്. തെലുങ്ക് കുറച്ച് ടഫാണ്. ഞാൻ ഇപ്പോൾ തുടങ്ങിയുള്ളൂ, 2 മൂവീസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് നമ്മൾ ബൈ ഹാർട്ട് ഇതും അല്ലെങ്കിൽ കുറേ പ്രോംപ്റ്റൊക്കെ പിടിക്കേണ്ടതാണ്. തമിഴ് ഞാൻ കുറേ തനിച്ച് തന്നെ എനിക്ക് പറയാൻ ഓക്കെ. കൾച്ചറൈസ് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഭയങ്കര ഒന്നും കൂടെ ഒരു ആരാധനയാണ് ആക്ടേഴ്സിനോട്. തമിഴും തെലുങ്കിലൊക്കെ ഭയങ്കര വാല്യൂ ആണ്. നമ്മൾ മലയാളത്തിൽ പക്ഷേ നോർമലായിട്ട് പോകുമ്പോൾ തമിഴും തെലുങ്കൊക്കെ കുറച്ചും കൂടെ ഹൈ ആണ്. തെലുങ്ക് വളരെ ഹൈ ആണ്. തെലുങ്കിൽ നമ്മൾ കാരണം നമുക്ക് ചമ്മലായി പോകും. കാരണം ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന നമുക്ക് നാണായി പോകും. ഭയങ്കര ദൈവത്തെ പോലെ കാണുന്നു. അപ്പോൾ അത് നമ്മൾ യൂസ് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും ബേസിക്കലി ആക്ടിംഗ് ആണല്ലോ. പിന്നെ അവർക്കൊക്കെ മലയാള ആർട്ടിസ്റ്റിനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ്. കാരണം നമ്മൾ മലയാളീസ് എന്ന് പറയുന്നത് ഗംഭീര ആർട്ടിസ്റ്റ് നമ്മൾ തോട്ടം അവർക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ല റെസ്പെക്റ്റ് കൂടുതൽ കിട്ടാറുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോറീസിന് അവർ ഭയങ്കര വാല്യൂ ഉണ്ട് എല്ലാവർക്കും. നമ്മളിപ്പോൾ ഈ അടുത്തിറങ്ങിയ മൂവീസൊക്കെ ഭയങ്കര ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ലൈക്ക് ടോക്കായ സിനിമ ഒരുപാട് ഉണ്ട് നമുക്കുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മൂവിയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആണല്ലോ, പ്ലസ് ത്രില്ലർ മിസ്റ്ററി അങ്ങനെ ഒരു മിക്സ് ആണല്ലോ. സോ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു തോട്ട്? ഇത് ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇതൊരു ഹൊറർ എലമെന്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഫീമെയിലിൻ്റെ കുറച്ച് എലമെന്റ്സ് കൂടുതലുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഫീമെയിൽ സെൻറ്ററിൽ ഇത് പറയാൻ പറ്റില്ല. അത് തന്നെ എൻ്റെ ക്യാരക്ടറിനും എനിക്കൊന്ന് പെർഫോം ചെയ്യാൻ കൂടുതലുണ്ട്. എൻ്റെ ക്യാരക്ടറിന് ഡിഫറെൻറ്റ് ഇമോഷൻസ് എൻ്റെ ക്യാരക്ടറിന് പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീമെയിൽ സെൻട്രിക് എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ബാലൻസ് ആണ്. സ്ക്രീൻ ടൈം കൂടുതലും ചിലപ്പോൾ ഹീറോയിൻ ആയിരിക്കാം, പക്ഷേ പെർഫോമൻസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ബാലൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഒരു പക്ക ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ പോലെ അല്ലത്, ഓൾമോസ്റ്റ് ബാലൻസ് തന്നെയാണ് സിനിമ. അപ്പം നമ്മുടെ മൂവി മാർച്ച് 16 റിലീസ് റെഡി ആയിട്ടിരിക്കും. എന്താ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കുക. അതൊരു ഹൊറർ സിനിമയാണെങ്കിൽ പോലും അങ്ങനെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഹൊറർ അല്ലത്. നമ്മുടെ ഡെലിവറിയൊക്കെ പോലെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രേതമാണ് നമ്മൾ പടത്തിലുള്ളത്. നമ്മൾ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന സമയമുള്ള ഈ പ്രേതം ചെയ്യുന്നത്, അല്ലാതെ ഒരു ദുഷ്ടനായ പ്രേതം അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എല്ലാവരും കണ്ടാലും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു ത്രില്ലറാണ്, ഒരു ഫാമിലി ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക, അഭിപ്രായങ്ങൾ പറയുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ ക്യാരക്ടേഴ്സിൽ നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മൂവി വൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.